ബോളിവുഡ് സിനിമാ സംഗീതത്തിൽ ഈ അടുത്തിറങ്ങിയ ഗാനങ്ങളിൽ ഒരു പക്ഷേ വൺ ഓഫ് ദ മോസ്റ്റ് ക്യൂട്ടസ്റ്റ് സോങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാട്ട്. അമിത് ത്രിവേദിയുടെ സംഗീതത്തിൽ ഷൽമാലി ഖോൾഗഡയുടെ ശബ്ദം. ഇങ്ങനെ ഒരുപാട് പുതിയ ടാലൻസ്, പുതിയ വോയിസസ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഉള്ളതുകൊണ്ട്, നിങ്ങളെപ്പോലെ ഒരുപാട് സംഗീത ആസ്വാദകർ ഉള്ളതുകൊണ്ട്. ഓൺ ദാറ്റ് നോട്ട്, ലെറ്റ് മീ വെൽക്കം ഓൾ ഓഫ് യു ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഡ്യുവറ്റ്. ഇന്ന് നമുക്ക് വേണ്ടി ഒരുപാട് സംഗീത വിശേഷങ്ങളും പാട്ടുകളും പാടിത്തരാനായിട്ട് എത്തിയിരിക്കുന്ന അതിഥി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. ഒരു പക്ഷേ ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും തിരക്കേറിയ ഒരു മ്യൂസിഷ്യൻ, ഏറ്റവും തിരക്കേറിയ ഒരു സിംഗർ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തും അതോടൊപ്പം തന്നെ നല്ലൊരു ഗായകനും കൂടിയായ സുദീപ് കുമാർ. സുദീപേട്ട നമസ്കാരം. ഇരിക്കൂ, വെൽക്കം ടു ഡ്യുവറ്റ്. സുദീപേട്ടനെ കാണുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമാണ്. കാരണം സുദീപേട്ടന് എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട്. അതെല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ഒരു കഴിവല്ല. ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു പാട്ടുകാരനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും എൻ്റെ ജീവിതത്തിൽ ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ അധികം കണ്ടിട്ടില്ല. അതൊരു ഭയങ്കര കഴിവാണ് കേട്ടോ ശരിക്കും. അത് തന്നെ ആദ്യം പറയട്ടെ ഞാൻ. കാരണം സുദീപേട്ടൻ്റെ ഏറ്റവും ഞങ്ങളെല്ലാവരും സുദീപേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് അതാണ്. നമ്മൾ എത്ര ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിലും നമ്മളെയൊക്കെ മൂടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുള്ളൊരു വലിയൊരു കഴിവ് സുദീപേട്ടനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം സുദീപേട്ടനെ ഇന്നിവിടെ കാണാൻ പറ്റിയാലും ഡ്യുവറ്റിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല എന്നറിയാം. കാരണം ഫോർമൽ ആവാനാണ് ബുദ്ധിമുട്ട്. അതെ, ഫോർമൽ ആവാനാണ് ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ. സുദീപേട്ടൻ്റെ പാട്ടുകൾ നമ്മളെല്ലാവരും കേട്ട് വരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് സുദീപേട്ടന്. എത്രയോ ആരാധകരുണ്ട്. സുദീപേട്ടൻ്റെ സംഗീതത്തിനെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് സുദീപേട്ടൻ്റെ ഒരു വിശേഷം, പുതിയ വിശേഷങ്ങൾ എന്ന് പറയാൻ എന്തൊക്കെയാണെന്ന് അറിയാനൊരാഗ്രഹം. പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മ്യൂസിക്കിൽ ലൈവായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അമൃത TV-യുടെ ഈ വേദി എന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ച് ഏറ്റവും വളരെ സന്തോഷം പകരുന്ന ഒരു മുഹൂർത്തമാണ്. കാര്യം ഓരോ പാട്ടുകൾ പാടാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് പല വേദികളിലാണെങ്കിലും പല വ്യത്യാസമുള്ള ഓഡിയൻസിൻ്റെ അടുത്ത് പല സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാം നമുക്ക് പുതിയ അനുഭവങ്ങളും എക്സ്പീരിയൻസ് എന്ന് പറയാം. നമുക്കത് മാത്രമല്ല, ഒരു പാട്ട് തന്നെ ഇപ്പം പല സ്ഥലത്ത് പാടുമ്പോൾ നമുക്ക് പല ഇമോഷനായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുക. അല്ലെങ്കിൽ ഒരേ ഓർക്കസ്ട്ര തന്നെ ആയിരിക്കും, വേറൊരു സ്റ്റേജിൽ ചെല്ലുമ്പോൾ വേറെ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരോ വേദികളുടെയും ഓരോ സ്റ്റുഡിയോകളുടെയും അറ്റ്മോസ്ഫിയർ അതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന റിഫ്ലക്ഷൻസൊക്കെ നമ്മുടെ സംഗീതത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് കുറച്ച് നല്ല പാട്ടുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പാടാൻ പറ്റിയതിലുള്ള സന്തോഷം സിനിമകളിൽ. പിന്നെ സിനിമയല്ലാതെ മറ്റ് ആൽബംസും ഡിവോഷണൽസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പാരലൽ മ്യൂസിക് ഒരു വഴി പോകുന്നു. പിന്നെ കർണാടക സംഗീത പഠനം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതുപോലെയുള്ള ടെലിവിഷൻ ഷോസിൽ നമ്മളിങ്ങനെ ഇതുപോലെ ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നു, വേദികളിൽ പാടുന്നു. ഇതിൻ്റെ എല്ലാം ബിസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുദീപേട്ടൻ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. ഇപ്പോൾ ചേട്ടന് ഇപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരുപാട് കഥകളുണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാവും, ഒരുപാട് നാളത്തെ സാധകമുണ്ടാവും. അപ്പം ചേട്ടന് എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടുള്ള ഏറ്റവും ഒരു നല്ല മ്യൂസിഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നല്ലൊരു ഗുരുവിനെ കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ കാര്യത്തിൽ ചേട്ടൻ വളരെ ഭാഗ്യവാനായൊരു ഗായകനാണ് അത് നോക്കുമ്പോൾ അല്ലേ. ഒരുപാട് നല്ല ഗുരുവിനെ കിട്ടി. കലൂർ ബാലൻ മാഷ്ടെ കീഴിൽ പഠിക്കാൻ പറ്റി. അപ്പം അദ്ദേഹമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഗുരുക്കന്മാർ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും കലൂർ ബാലൻ മാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആരാധനയുള്ള ഒരു മ്യൂസിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ ജീനിയസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിയാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. എൻ്റെ മൂന്നാമത്തെ ഗുരുനാഥനാണ് ബാലൻ സാർ. അതിന് ആലപ്പുഴ വിധു എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് ഞാൻ ഏറ്റവും അധികം കാലം പഠിച്ചിട്ടുള്ളത്. തുടർച്ചയായിട്ട് 9 വർഷം സാറിൻ്റെ തുടർച്ചയായി പഠിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം പ്രാഥമിക പാഠങ്ങൾ പഠിച്ചത് ശാന്തമ്മ ടീച്ചറിൻ്റെ അടുത്താണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. പിന്നെയാണ് ബാലൻ സാറിൻ്റെ അടുത്തത്. ബാലൻ സാറിൻ്റെ സംഗീതത്തിൻ്റെ 2 ഡയമെൻഷൻസ് ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹം ഒരേ സമയം കർണാടക സംഗീതജ്ഞനും അതേസമയം ലൈറ്റ് മ്യൂസീഷ്യനും ഒക്കെ ആയിരുന്നു. ലൈറ്റ് മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്
എല്ലാ സംഗീതത്തിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും ധാരണയുള്ള ആളായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഹിറ്റായ സിനിമ പാട്ടുകളുടെയും അല്ലാതെ പാട്ടുകളുടെയും ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിട്ടുണ്ട്. സാറിന് അങ്ങനെ ഓർക്കസ്ട്രേഷനിൽ വലിയൊരു വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. ശരിക്കും അതുപോലെ തന്നെ അദ്ദേഹം വർഷങ്ങൾ 10-20 വർഷം ഗുരുകുല സമ്പ്രദായത്തിൽ കർണാടക സംഗീതം അഭ്യസിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ കർണാടക സംഗീതത്തിലുള്ള ബലം വളരെ വലുതായിരുന്നു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് എനിക്ക് ആ സമയത്ത് വെസ്റ്റേൺ മ്യൂസിക് ഒക്കെ എന്തെങ്കിലും കുറച്ച് മനസ്സിലാക്കണം എന്നൊക്കെ ഞാൻ വേറെ വിധു സാറിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നുകൊണ്ട് ചോദിച്ചിരുന്നു. അപ്പം അതുപോലെ തന്നെ ചില ലളിതഗാനങ്ങളൊക്കെ പഠിക്കാനാണ് ആദ്യം ചെല്ലുന്നത്. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ലളിത സംഗീത പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. സാറാണ് എന്നെ ആദ്യം ഒരു സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് പാടിക്കുന്നത്, ഒരു നാടകത്തിൻ്റെ റെക്കോർഡിങ്ങിന് 93 ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ സംഗീതത്തിലാണ് റെക്കോർഡിങ് പാടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചില കാസറ്റുകൾക്കൊക്കെ ആ സമയത്ത് കാസറ്റുകളാണ്, അതിൻ്റെയൊക്കെ ട്രാക്കുകളൊക്കെ പാടാനുള്ള ചാൻസസ്. ആദ്യം പാടിയ നാടകത്തിലെ പാട്ട് ഓർമ്മയുണ്ട്, അത് മറക്കാൻ പറ്റില്ലല്ലോ. മധുരമൊരോർമതൻ തൂവൽ കിടക്കയിൽ വീണുമയങ്ങും മോഹങ്ങളെ, എൻ്റെ മനസ്സിലെ മൗനങ്ങൾ അരിയ ചിറകേറ്റി അകലങ്ങളിൽ കൊണ്ടുപോകാമോ സ്നേഹസാ